ബേസ് ചെയ്ത 3 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൈദി ബാപ് കോ അപ്നി ബേട്ടി കാ ഖത്ത് എക് ആസുനാമ ദാ ക്യോം. അതായത് തടവിലായ അച്ഛന് തൻ്റെ ബേട്ടിയുടെ അതായത് പുത്രിയുടെ ലെറ്റർ ഒരു വിലാപകാവ്യമായിരുന്നു, അത് കണ്ണീർ കഥയായിരുന്നു. എന്തുകൊണ്ട്? ബാപ്പ് ഔർ ബേട്ടി ദോനോ ജയിൽ മേത, അതായത് അച്ഛനും മോളും ഒരുപോലെ ജയിലിലായിരുന്നു. ബാപ്പ് രംഗൂൺ മേഹേ തോ ബേട്ടി അഹാം ദില്ലി മേ, അതായത് അച്ഛൻ രംഗൂണിലായിരുന്നുവെങ്കിൽ മകള് ഡൽഹിയിലായിരുന്നു. സഖ്ത് നസർബന്ദി के बावजूद भी उस बेटी ने पिता को एक चिट्ठी भेजा. അപ്പോൾ ആ ഒരു ദുർദശ എന്ന് തന്നെ പറയാം, അത് മോശമൊരവസ്ഥയിൽ കൂടി മകള് അച്ഛന് ഒരു ലെറ്റർ അയച്ചു. जिसमें अपने परिवार एक देवम देश की दुस्थिति का वर्णन हुआ है. അതിലെ കുടുംബത്തിനെ കുറിച്ചും ദേശത്തിൻ്റെ മോശമായ അവസ്ഥയെക്കുറിച്ചുമായിരുന്നു വർണ്ണിച്ചിരുന്നത്. ഖത്ത് പഠിക്കാർ പിതാക്കി ആംഖേം ഭീഖേ, ഈ ലെറ്റർ വായിച്ച ശേഷം അച്ഛൻ്റെ കണ്ണുകൾ നനഞ്ഞു, അതായത് കണ്ണുനീര് വന്നു. ഉസ് കൈദി ബാപ്പുക്കോ പുത്രി കാ ഖത്ത് എക് ആസുനാമ ഹി ലഗ, അതുകൊണ്ടായിരുന്നു തടവിലായ അച്ഛനെ പുത്രി അതായത് മകളുടെ ലെറ്റർ ഒരു കണ്ണീർ കഥ പോലെയായി തീർന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദില്ലി വാലെ മുജ്കോ റോത്തെ മേ ബി റോത്തഹം, ഡൽഹിയിലുള്ളവർ എന്നെക്കുറിച്ച് കരയുന്നുണ്ടാവും, ഞാനും കരയുന്നു. ഹം ശാസക കോൺസ ഗുൺ പ്രകട് ഹോത്ത, ഇവിടെ ചക്രവർത്തിയുടെ ഏത് ഗുണത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്, പ്രകടമാക്കിയിരിക്കുന്നത്. പ്രജാഹിത് കെ ലിയെ ശാസൻ കർണേ വാലെ സാമ്രാട്ട് കി ദേശസ്നേഹ ഓർ സഹാനുഭൂതി പ്രകട് ഹോത്തി ഹെ, അതായത് ജനത്തിന് വേണ്ടി ഭരണം നടത്തുന്ന ഒരു സാമ്രാട്ട്, അതായത് ഒരു ഭരണകർത്താവിൻ്റെ ദേശസ്നേഹത്തെയും സഹാനുഭൂതിയെയുമാണ് ഇതിൻ്റെ അകത്ത് പ്രകടമാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ये खत तुमको मिलेगा भी नहीं यानी, അതായത് ഈ കത്ത് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. ബാദുഷാ കെ മൻ മേ ഐസാ ശക് ക്യോം ഉബരാ ലഹ, ചക്രവർത്തിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം എന്തുകൊണ്ടാണ് മുളയെടുത്തത്? അപ്പോൾ ആൻസർ ബാദുഷാഹിനെ ഐസ അനേക വ്യക്തികൾക്കോ ദേഖ, അതായത് ചക്രവർത്തി ഒത്തിരിയധികം വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ജോ ആഖിർ മേ ദഖാബാസ് और दूसरों के द्वारा भेजे किए जासूस जिद्द हुआ है, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ലെറ്റർ അയക്കുമ്പോൾ അതെന്ത് സാധനം അയച്ചാൽ ചാരന്മാർ വഴി ഈ കത്തുകളൊക്കെ ഒന്ന് എത്തിക്കാതിരിക്കുക, അതായത് ലെറ്റർ പൊട്ടിച്ച് വായിക്കുക, അങ്ങനെയുള്ള കുറേ ചാരപ്രവൃത്തികൾ ഈ ഭരണകർത്താവ് കുറേ കണ്ടിട്ടുണ്ട്. इसलिए उनके मन में शंका അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംശയം ജനിച്ചത്, ഈ ലെറ്റർ അവിടെ എത്തുമോ ഇല്ലയെന്ന് സംശയം ജനിച്ചത് ഇതുകൊണ്ടായിരുന്നു. അപ്പോൾ 3 ഷോർട്ട് ക്വസ്റ്റ്യൻസ് 3 തീർന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഉള്ളത് ഒരു ബാദ്ഷാഹിൻ്റെ ചരിത്രമാണ്, ക്യാരക്ടർ സ്കെച്ചും ഉണ്ട്, പിന്നെ ബാദ്ഷാഹിൻ്റെ സഫർ ഡയറി, അയാൾ സ്വന്തമായിട്ട് ഒരു ഡയറി. ഇത് രണ്ടും ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ ലെസണിൽ നിന്ന് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ.